മുറിച്ച നല്ല പരിചയമാണ്. അല്ല ആള് ട്രെൻഡാണ്. പൂക്കള് അർജുൻ ഇത് കഴിഞ്ഞാൽ കാണിക്കുന്നതായിരിക്കും. കമന്റില് അർജുനെ ഇൻസ്റ്റൈഡ് ചോദിക്കും. ഇനി ഡ്രസ് എടുക്കാൻ മുമ്പ് അർജുനെ വിളിക്കുന്ന എല്ലാരും. പെൺകുട്ടികൾ വന്നാലും അർജുന സെലക്ട് ചെയ്ത് കൊടുക്കണം. ഞാൻ എന്ത് ചെയ്തു, എനിക്കറിയാൻ ശീലമില്ല, അർജുനെ കൊണ്ടുപോയി. ആൺകുട്ടികൾക്ക് നോക്കട്ടെ, ആൺകുട്ടികൾക്ക് മൂട്ടപ്പൊളി സാധനം കിട്ടാ കണ്ട. ആൺകുട്ടികൾക്ക് നോക്കിയേ നൈറ്റിയ അർജുൻ സെലക്ട് ചെയ്ത. പക്ഷെ പെൺകുട്ടികൾക്ക് നോക്കിയ ഇതാണ് അർജുൻ. കമ്മ്യൂണിറ്റിമാരെ ശ്രദ്ധയ്ക്ക് ചരത്താമൊക്കെ ഔട്ടായിട്ടാ ഞാൻ അർജുന്റെ കാരാ. ഹായ്, നമസ്കാരം. ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നൊരു വീഡിയോ എടുക്കാൻ തീരുമാനിച്ചെന്താന്ന് വെച്ചാൽ, ഇന്നൊരു ഹാപ്പി ഡേ ആണോ എന്ന് ചോദിച്ചാൽ ഭയങ്കര ഹാപ്പി ഡേ ആണ്. ഞങ്ങളൊരു കേക്ക് കട്ടിങ്ങും ഒരു ഗിഫ്റ്റും സെറമണിയൊക്കെ നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടു കാണും. എന്നാൽ എനിക്ക് ഭയങ്കര ഒരു സങ്കടമുള്ള ദിവസമാണ്. കാരണം ഐശ്വര്യ പോവാണെന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു ബാക്ക് ബോൺ പോകണ പോലെയാണ്. ഐശ്വര്യ ഞങ്ങളുടെ തുടക്കം മുതലുള്ളതാണ്. ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ സീറ്റ്സ് ക്ലോസ് ചെയ്തിട്ടുള്ളതാണ്. ഞങ്ങളുടെ കമ്പനിയുടെ ഒരു ബാക്ക് ബോൺ. അല്ലെങ്കിൽ എല്ലാവർക്കും ഫോൺ ചെയ്യുമ്പോൾ ഐശ്വര്യേച്ചി വേണം, ഐശ്വര്യേച്ചിയെ കണക്ട് ചെയ്ത് തരുമോ, ഐശ്വര്യേച്ചിയായിട്ട് സംസാരിക്കണം. മൈറ്റ് ബി അത് ഐശ്വര്യ സ്റ്റുഡൻസിന് കൊടുക്കുന്ന കോൺഫിഡൻസ്, സംസാരിക്കുന്ന രീതിയുടെയും ഒരു ഓഫീസിലോ ഒരു കമ്പനിയിൽ വിളിച്ചൊരു എൻക്വയറി നടത്തുന്ന പോലെയല്ല. ഒരു ഫ്രണ്ട് വിളിച്ച് എന്തോ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഫീൽ ആയിരിക്കും. എൻ്റെ അടുത്ത് കുറച്ച് പേര് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ചേച്ചി ഐശ്വര്യ ചേച്ചി ഒന്ന് കണക്ട് ചെയ്ത് തരണം, പുള്ളി എപ്പോഴാണ് ഫ്രീ ആണോ, നേരത്തെ വിളിക്കാന്നൊക്കെ ഒരുപാട് ടെസ്റ്റിമോണീസ് ഉണ്ട് എനിക്ക് ഐശ്വര്യയെ കുറിച്ച് പറയാൻ. അപ്പൊ ഹാപ്പി ഡേ ആണോന്ന് ചോദിച്ചാണ്. കാരണം അവരും പോണം, അവർക്കും ലൈഫിൽ അപ്ലിഫ്റ്റ്മെന്റ് വരണം. എന്നും കൂടി ഇരുന്നാൽ പോരല്ലോ. അവരും പഠിച്ച് വലിയ ഉയരത്തിലെത്തണം. അവര് ചിലപ്പോൾ നാളെ നമ്മളെയൊക്കെ വലിയൊരു പൊസിഷനിൽ ഇരുന്നിട്ട് ഇവർ പുറത്തിരുന്നിട്ട് പറയാണ്, ശരത്തേട്ടാ ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, വേണേ ഇങ്ങോട്ട് പോരെന്ന് പറഞ്ഞാൽ ഞാൻ ഓടി വരൂട്ടാ. അതേപോലെ തന്നെ ബ്രിട്ടോ ഞങ്ങളുടെ എഗെയിൻ തുടക്കം മുതലുള്ള സെയിം ആണ്. ബ്രിട്ടോ ഭയങ്കര പാവാണ്, സൈലന്റ് ആണ്. ബ്രിട്ടോ ഭയങ്കര ലൗഡൊന്നല്ല, പെരുപ്പ് കണ്ടാൽ തന്നെ അറിയാം. ഭയങ്കര ഒരു ഇന്നസെന്റ്, ഒരു കള്ളനാണ്, പക്ഷെ ഇന്നസെന്റ്, ഒരു പാവം, ഒരു അപ്പിയറൻസിൽ ഭയങ്കര പാവമുള്ള പോലെ, നമ്മുടെ ആദിയുടെ ഒക്കെ പോലെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പാവമായി തോന്നും. പക്ഷെ കാട്ടിലുള്ളവന് ബ്രിട്ടോ അങ്ങനെയല്ല, ആദ്യം അങ്ങനെയാ. അപ്പൊ ബ്രിട്ടോ ഈ പറഞ്ഞ പോലെ ബ്രിട്ടോ സ്പെഷ്യലൈസ്ഡ് ഇൻ ജർമ്മനി, ജർമ്മൻ സീറ്റ്സ്, ജർമ്മൻ യൂണിവേഴ്സിറ്റീസ്, ഒരുപാട് ജർമ്മനി റിലേറ്റഡ് എൻക്വയറീസ് ഫുള്ള് നമ്മുടെ ഓഫീസിൽ ഹാൻഡിൽ ചെയ്തിരുന്ന ഫുള്ള് ബ്രിട്ടോ ആയിരുന്നു. അപ്പൊ ബ്രിട്ടോം ഇതേപോലെ പുറത്തേക്ക് പോവാണ് പഠിക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ ആലോചിച്ചു, എൻ്റെ ഓഫീസിലെ രണ്ട് മെയിൻ പില്ലേഴ്സ് ആവുക. ഇവർ പോയി കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടും. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഐ എം റെഡി ടു ബുദ്ധിമുട്ട്. ഐ വിൽ ഫൈൻഡ് അനദർ വേ ടു ആ ഒരു സ്പേസ് ഫിൽ ചെയ്യാൻ. ഇവരുടെ പോലെ ഒരു സ്പേസ് ഫിൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ഇനി ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഉണ്ടാവില്ലായിരിക്കും.
പക്ഷെ നമ്മൾ അതിന് റീപ്ലേസ് ചെയ്ത് ഇത് കളക്ടർ പോയിച്ചിട്ട് അടുത്ത കളക്ടർ വരില്ലോ. അതേപോലെ തന്നെ തൃശ്ശൂർ ഒരുപാട് കളക്ടർമാർ ഇരുന്നിട്ടുള്ളതാണല്ലോ, അപ്പൊ ഇനി വേറെ കളക്ടർ വരും. അതേപോലെ തന്നെ നമ്മൾ ആ സ്പേസിലേക്ക് അതുപോലെ ആപ്റ്റ് ആയിട്ടുള്ള രണ്ടുപേരെ കിട്ടുമായിരിക്കും. ബാക്ക് ടു ദ പോയിന്റ്, ഐശ്വര്യയുടെ യെസ് അബ്രോഡിൽ ഉണ്ടായിട്ടുള്ള ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ്, ഇവിടെ എങ്ങനെ വന്നു, ഇപ്പൊ എങ്ങനെ പോണു, എങ്ങോട്ട് പോണു, ഏത് കോഴ്സ്, ഏത് യൂണിവേഴ്സിറ്റി, ഇത്രയും കാര്യങ്ങൾക്ക് ഒരു ഉത്തരം തരണം. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നെന്ന് പറയുമ്പോൾ ഒരു എംപ്ലോയി ആയിട്ടാണ് ഞാൻ വന്നത്. പിന്നെ ഞാൻ പോകുന്നത് ഒരു സ്റ്റുഡന്റ് ആയിട്ട് ഞാൻ പോകുന്നത്. സോ ഇതിന്റെ ഒരു എൻറ്റയർ സ്റ്റോറി അത് ആ ഒരു തീമില് തന്നെ ഉണ്ട്. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ എല്ലായിടത്തും പറഞ്ഞില്ല ഞാൻ ഇങ്ങനെ പഠിക്കാൻ പോവാ, അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ശരത്തേടൻ ബൈ ആക്സിഡന്റ് ആണ് കേട്ടത് ഞാനിങ്ങനെ പുറത്തേക്ക് പോകാൻ നിൽക്കാം. അപ്പം ശരത്തേടൻ കേട്ടപ്പോൾ ഞാൻ ഭയങ്കര ടെൻഷനായി. ശരത്തേടൻ കേട്ടത് അങ്ങനെ. പക്ഷെ ശരത്തേടൻ്റെ നെക്സ്റ്റ് മൂവ് ഞാൻ ഭയങ്കരമായിട്ട് ഷോക്കായി. ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് ശരത്തേടൻ്റെ സിസ്റ്ററിന്റെ നമ്പർ എനിക്ക് ഗ്രൂപ്പിൽ, നമ്മുടെ ഇൻസ്റ്റാ ഗ്രൂപ്പിൽ ശരത്തേടനത് ഷെയർ ചെയ്ത് തന്നു. അപ്പം ഞാൻ ശരത്തേടൻ്റെ ഓഫീസിൽ നിന്നാണ് ഞാൻ പോകുന്നത്. ഒബ്വിയസ്ലി ഒരു എംപ്ലോയി പോകാൻ അങ്ങനെ അധികം ആരും എൻകറേജ് ചെയ്തില്ല. ഇവൻ പഠിക്കാനാണെങ്കിൽ പോലും അങ്ങനെ അധികം ആരും എൻകറേജ് ചെയ്യാത്ത ഒരു കാര്യമാണത്. ഞാൻ ശരത്തേടന് എനിക്ക് നമ്പർ അയച്ചു തന്നു, സിസ്റ്ററിന്റെ നമ്പർ അയച്ചു തന്നു, നീ കോണ്ടാക്ട് ചെയ്തോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ശരത്തേടന് ഇത് എന്താ പറ്റി, ഇത് എന്താ കാണിക്കുന്നത്, ഞാൻ പോവാണ് ഞാൻ അങ്ങനെ ഒരു തോട്ടില്ല ശരത്തേടൻ നോക്കിയത്. ശരത്തേടൻ എന്ന് പറയുമ്പോൾ ഓക്കെ നീ ഇത് കണക്ട് ചെയ്യും, ആൾ നിനക്ക് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും, നീ അങ്ങോട്ടല്ലേ പോകുന്നത്. അപ്പൊ അങ്ങനെ പറയുമ്പോഴത്തേക്കപ്പം ഞാൻ ഭയങ്കര ഒരു എന്താ പറയാ, എനിക്ക് അറിയില്ല ഞാൻ ആരാ പറഞ്ഞ ഇവിടുത്തെ എംപ്ലോയീസ് തന്നെ ഐശ്വര്യ പോകാൻ നിൽക്കണം. അങ്ങനെ ആക്സിഡന്റ് ആണ് ശരത്തേടൻ അത് കേട്ടത് തന്നെ. അപ്പൊ ഞാൻ പിച്ച് പറയല് അപ്പൊ പിച്ച് ഭയങ്കര എന്താ പറയാ, എന്റെ ഈച്ച് ആൻഡ് എവറി സിംഗിൾ സ്റ്റെപ്പ് എന്നെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് ഇവിടെ എല്ലാവരും. ഒരു ഓഫീസിലും അങ്ങനെ ചെയ്യൂല, ആരും അങ്ങനെ ചെയ്യൂല. ഒരു എംപ്ലോയീസിനെ ഇവിടെ നിന്ന് തന്നെ പറഞ്ഞു വിടാന്ന് നടക്കണ കാര്യമില്ല അത്. ഇപ്പം എല്ലാവരും ചെയ്യാൻ. ഇപ്പം ഞാൻ ഇതിപ്പോ എന്റെ 2ാമത്തെ ജോബാണ്, സെയിം ഫീൽഡ് തന്നെയാണ് ഞാൻ നിന്നത്. എൻ്റെ അവിടുത്തെ ഓഫീസിൽ എൻ്റെ കൊളീഗ് എന്നെ പോയിട്ടുണ്ട്. അത് പാട്ട് സാന്റമോണിക്ക വഴി അപ്പുറത്തെ അങ്ങനെ ആരും അറിയാണ്ടൊക്കെയാണ് പോയത്. ഇപ്പൊ ഞാൻ ഇവിടെ പോകുമ്പോൾ എല്ലാവരും ഇൻസ്റ്റയില് എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. എന്റെ ഓരോ കാര്യങ്ങളും ഞാൻ യെസ് അബ്രോഡിന്റെ ഓരോ കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ ആൾക്കാർ പറയുന്നുണ്ട്, അത് ഇതെല്ലാം പറയുന്നുണ്ട്. അപ്പൊ എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു നിങ്ങളുടെ ഓഫീസ് ഇത്ര സപ്പോർട്ടീവ് ആണോ, ആ ഒരു രീതിയിലാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു അതെ ഓഫീസിൽ തന്നെയാണോ പോകുന്നത്. അപ്പം ആർക്കും അത്ര അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആക്ച്വലി അത് ശരിയാണ്. നമ്മുടെ ഒരു ഇത്രയും കൺവേർഷൻസ്, ഇത്രയും സീറ്റ്സ് തരുന്ന ഒരു ആള് പോവാന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് വില കൊടുത്തും അവരെ സസ്റ്റെയിൻ ചെയ്യാൻ നോക്കും അല്ലെ. നമ്മള് അവർ പോവരുത്, അവർ പോവാതിരിക്കാൻ എന്ത് ചെയ്യണം, ഇനി അതിന് വല്ല പൂജ ചെയ്താലോ അല്ലെങ്കിൽ നമ്മൾ സാലറി കൂട്ടിയാലോ. പക്ഷെ ഞാൻ ആലോചിച്ച അവരും പോയി പഠിച്ച് അവരും വലിയൊരു സ്റ്റേറ്റിൽ നമ്മൾ ഇരുന്ന് കാണുന്നതാണ് നമ്മുടെ പുരോഗതി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് ഞാൻ ഫിൻലാൻഡിലേക്ക് ഐശ്വര്യ നോക്കിയിട്ടുള്ളത്. അപ്പൊ ഞാൻ എന്റെ ചേച്ചി ഫിൻലാൻഡിലുള്ള കാരണം ഞാൻ പിറ്റേ ദിവസം തന്നെ നമ്പർ അയച്ചു, എന്താണ് എങ്ങനെയാണ് വേണ്ടതെന്നുള്ള കമ്മ്യൂണിക്കേഷൻ ചെയ്തു. അപ്പൊ അന്ന് തന്നെ ആ ഗ്രൂപ്പിലൊരു സ്ക്രീനൊരു ഇതുണ്ടായിരുന്നു, എന്തിനാ ഓക്കെ. എന്നിട്ട് അപ്പം എന്റെ അടുത്ത് ഇങ്ങനെ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്റെ ഏജൻസി പിന്നെ നന്നായിട്ട് നിന്നെ ഹെൽപ്പ് ചെയ്യുന്നോണ്ട് നിന്നെ കുഴപ്പമില്ലല്ലോ. അതാണ് എന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. ഞാൻ ഈ ഡിസിഷൻ ഞാൻ സെപ്റ്റംബർ ഇൻടേക്ക് പോകാമെന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു. ഔട്ട് ഓഫ് നോവെയർ ആണ് ഞാൻ ജാൻ ഇൻടേക്ക് എന്നുള്ളത് ഞാൻ ഡിസൈഡ് ചെയ്തത്. അപ്പം 2 മന്ത് എൻ്റെ ഇപ്പം വിസ 2 വീക്കിനുള്ളിൽ എൻ്റെ വിസ വരും. അപ്പൊ ആ ഒരു 2 മന്തിനുള്ളിൽ തന്നെ എനിക്കൊരു വിസ കിട്ടുന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയ എൻ്റെ ഒരു പ്രയോറിറ്റിയാണ്. ഒരു 2 മന്തിനുള്ളിൽ തന്നെ എന്ന് വെച്ചാൽ ആ ഒരു എഫേർട്ട് ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് എനിക്ക് ആ ഒരു 2 മന്തിനുള്ളിൽ തന്നെ എനിക്ക് എന്റെ കാര്യങ്ങളിൽ ഇവിടം വരെ മൂവ് ചെയ്ത് ഞാനിപ്പോൾ എന്റെ വിസ ആപ്ലിക്കേഷന്റെ ഫീസ് ഞാനിപ്പോൾ ക്ലോസ് ചെയ്തു. ഇപ്പൊ ഞാൻ അടച്ചോളൂ. സോ 2 വീക്സിനുള്ളിൽ എന്റെ വിസ വരാൻ. ഏത് യൂണിവേഴ്സിറ്റി, ഏത് കോഴ്സ് ഒക്കെ ഒന്ന് പറഞ്ഞോളൂ. ഇപ്പം സ്വന്തം സർജറി എങ്ങനെ ചെയ്തു? ഇപ്പം എന്റെ ഒരു പ്രോസസ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഈ ഫീൽഡ് ആയതുകൊണ്ട് തന്നെ ഈച്ച് ആൻഡ് എവറി സിംഗിൾ കൺട്രി ഞാൻ നന്നായിട്ട് റിസർച്ച് ചെയ്യും. എല്ലാ കൺട്രിയും ആദ്യം ശരത്തേടൻ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഞാൻ ഫിൻലാൻഡ് ആയിരുന്നു ഞാൻ നോക്കിയിരുന്നത്. പക്ഷെ ഇപ്പം കുറച്ച് ക്രൈറ്റീരിയസ് കാരണത്തേക്ക് ഞാനത് പ്ലാൻ ഡ്രോപ്പ് ചെയ്തിട്ട് യു കെയിലേക്ക് ഞാൻ വിചാരിച്ചു യു കെയിലേക്ക് കൺവേർട്ട് ആകും. ഞാൻ ഈ ഫീൽഡ് ആയതുകൊണ്ട് തന്നെ ഓരോ കൺട്രിയിൽ വരുന്ന അപ്ഡേഷൻസും
ഇപ്പം നമ്മൾ ഒരു അപ്ഡേഷൻ വരുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാണ് പുതിയ ഫെസിലിറ്റീസ്, എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പം പ്ലേസ്മെന്റ് ഉള്ള യൂണിവേഴ്സിറ്റീസ് എല്ലാം എൻറ്റയർ തിങ് നമുക്ക് അറിയാൻ പറ്റും. സോ ഞാൻ വെച്ച് നോക്കിയപ്പോഴത്തേക്കും എല്ലാം കമ്പയർ ചെയ്തപ്പോഴത്തേക്കും എനിക്ക് നല്ലൊരു പ്ലേസ്മെന്റോട് കൂടി ഒരു യൂണിവേഴ്സിറ്റി ഓഫ് ചെസ്റ്റർ, അവിടെയാണ് എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. എൻ്റെ കോഴ്സ് പറയുമ്പോഴത്തേക്കും പബ്ലിക് ഹെൽത്ത്. അപ്പം UK പബ്ലിക് ഹെൽത്തിന് എൻഡ്ലെസ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. അപ്പം ഞാൻ അവിടെ എടുക്കണമെങ്കിൽ എനിക്ക് 2 year പ്ലേസ്മെന്റോട് കൂടി തന്നെ എനിക്ക് പ്ലേസ്മെന്റ് അല്ല 2 year സ്റ്റേ ബാക്ക് ഉണ്ടാവും. 1 year കോഴ്സാണ്. സോ 2 year സ്റ്റേ ബാക്കിൽ എനിക്കൊരു ജോബ് കണ്ടെത്താനുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെ ആണ്. അപ്പം എൻ്റെ പ്രോസസ് ഐ എം വെരി ഹാപ്പി ടു സേ ദിസ്. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു ഇതിൽ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ചേട്ടൻ എന്നെ ഇത്ര ഹെൽപ്പ് ചെയ്യുമെന്നുള്ളത്. ഇപ്പോഴും ഞാൻ ബ്ലെൻഡ് ആയിട്ടില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഐശ്വര്യയുടെ സ്റ്റോറി. ഇനി ബ്രിട്ടോന്റെ ഒരു എങ്ങനെയാണ് ഈ ഒരു സെയിം ക്വസ്റ്റ്യൻ സെയിം തിങ് എങ്ങനെ ഇതേപോലെ സെയിം തന്നെയായിട്ട് വർക്ക് ഒരു എംപ്ലോയി ആയിട്ടാണ് വന്നത്. ഇതൊരു സ്റ്റുഡന്റ് ആയിട്ട് പോകുമ്പോൾ അതിനും വലിയൊരു സന്തോഷം വേറെ ചെറുപ്പമായ പോലെ തോന്നുന്നല്ലേ? ചെറുപ്പം മീൻസ് ഒരു വർക്കിംഗ് നേരാകുമ്പോൾ പഠിക്കാൻ പോകുന്ന ഇപ്പൊ ഇതേപോലെ ഐശ്വര്യ പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പോ ഓരോ കൺട്രീസിന്റെ അപ്ഡേഷൻ അറിയുമ്പോഴാണ് ഓരോ കൺട്രിക്ക് വരുന്ന ചേഞ്ചസ് സംബന്ധിച്ചാണ്. ഇപ്പൊ മൈഗ്രേഷൻ കൂടുന്തോറും ഇപ്പൊ ഓരോ കൺട്രീസിന് ക്രൈറ്റീരിയ മാറുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ നമ്മളധികം വെയിറ്റ് ചെയ്ത് നമ്മൾ പോകലും കുറയും, ചാൻസസ് കുറയും. സോ അതുകൊണ്ട് തന്നെ ഞാനും അങ്ങനെ നേരത്തെ അപ്ലൈ ചെയ്തു. അപ്പോൾ എനിക്ക് ജർമ്മനിയിലാണ്, അഡൻ യൂണിവേഴ്സിറ്റി ആണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. സോ അതിന്റെ പ്രോസസ്സ് ഇപ്പോൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. സോ പെട്ടെന്ന് തന്നെ ഞാൻ മൂവ് ചെയ്യും. ഞാനിപ്പോൾ ഇവിടെ വന്നിടത്തോളം ഒരു ഒരു എംപ്ലോയി എന്നല്ല, എല്ലാവരും നല്ല രീതിയിൽ കണക്ട്. ഇപ്പോൾ ശരത്തേനും സ്ക്രീൻ സാർ അത്രയും കണക്ഷൻ വരില്ലാന്നായിരുന്നു ആദ്യം ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ ഒരാൾ ഇങ്ങനെ ഇത്രയും ക്ലോസ് ആയി നിൽക്കുന്നു ഞാൻ ഒട്ടും വിചാരിച്ചില്ല. പക്ഷെ എന്തുകൊണ്ട് ഞാൻ വിചാരിച്ചേക്കാളും നല്ലൊരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് എനിക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. എന്നാ പിന്നെ പോയിട്ടിരുന്നൂടെ? ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഇവര് രണ്ടുപേരും. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടും എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. കാരണം നമ്മൾ അത്രയും ക്ലോസ് ഒരു ഇറ്റ്സ് നോട്ട് ലൈക്ക് എൻ ഓഫീസ്. ഞങ്ങളൊരു എന്താ പറയാ ബോസ് ആൻഡ് സ്റ്റാഫ് എന്നുള്ള പോലെ ഇല്ല. ഞങ്ങൾ ഓൾമോസ്റ്റ് ലൈക്ക് ഫ്രണ്ട്സ് ആയിരുന്നു. ലഞ്ച്, ഡിന്നർ, സെലിബ്രേഷൻസ്, ഓണം ഒക്കെ ഞങ്ങളൊരു ഫാമിലി പോലെ ചെയ്തിരുന്ന. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ അവരും പോകണം, അവരും പഠിക്കണം, അവർക്കും പുരോഗതി ഉണ്ടാവണം, അവർക്കും വലിയ ക്വാളിഫിക്കേഷൻസ്, വലിയ ജോലി, നാളെ വലിയൊരു പോസ്റ്റിലിരിക്കുമ്പോൾ ബ്രിട്ടോ എന്നെ ജർമ്മനിക്ക് വിളിക്കും അല്ലെ, ഐശ്വര്യ എന്നെ UK വിളിക്കും അല്ലെ. ഇനി വരാൻ പോകുന്ന സ്റ്റുഡൻസിനോട് എന്ത് അഡ്വൈസ് ഐശ്വര്യക്ക് ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് കൊടുക്കാറുള്ളത്? ഇതിപ്പം സ്റ്റുഡൻസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തന്നെ ടേക്ക് മീ ആസ് എൻ എക്സാമ്പിൾ. ഇപ്പം എൻ്റെ ഫയല് ഞാൻ ഇവിടെ കൊടുക്കണം. അപ്പം ഞാൻ എൻ്റെ കാര്യം വരുമ്പോൾ ഒബ്വിയസ്ലി എൻ്റെ കാര്യം വരുമ്പോൾ ഞാൻ സെൽഫിഷ് ആയിരിക്കും. എൻ്റെ കാര്യം പ്രത്യേകിച്ച് ഇന്റർനാഷണൽ സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ കാര്യം നന്നായിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് റിജക്ഷൻ ഇല്ലാണ്ട് നമുക്ക് ആപ്ലിക്കേഷൻ നമുക്ക് എടുക്കുള്ളൂ. അതും വിത്തിൻ 2 months എൻ്റെ പ്രോസസ് ഇത്രയും ഫാസ്റ്റ് ആവും. എനിക്കത് അറിയാം. അതുകൊണ്ടാണ് എൻ്റെ ഫയൽ ഞാൻ ഇവിടെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അത്രയും കോൺഫിഡൻസ് ആണ്. അതുകൊണ്ടാണ് എൻ്റെ ഫയൽ ഞാൻ ഇവിടെ കൊടുത്തു തന്നെ. അതിപ്പം ആരായാലും എനിക്കതിപ്പോൾ എൻ്റെ ഒരു എൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ്റെ എൻറ്റയർ പ്രോസസ്. സോ എനിക്ക് കോൺഫിഡൻ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ യെസ് അബ്രോഡ് അത് കൊടുത്തു തന്നെ. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഉണ്ടായിരുന്നു, സത്യമായിട്ട് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ഓഫീസ് എന്നുള്ള നിലയ്ക്ക് ഒരു ഓഫീസ് അല്ല ഇത്. ജസ്റ്റ് എന്ന് വെച്ചാൽ ഒരു സ്റ്റുഡൻസിന് അവരുടെ ഓരോരോ കാര്യം അത്ര ആത്മാർത്ഥതയോടെ ചെയ്യുന്നത്. ആ ഒരു കാര്യം ഇപ്പോൾ സ്ക്രീൻഷോട്ടായാലും ശരത്തേനായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഈ ഒരു ഫീൽഡിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു കാൻഡിഡേറ്റ് ആണ് ഓൾറെഡി. ഇപ്പം അവിടെ എന്ന് പറയുമ്പോൾ ഞാൻ കണ്ടുവന്നതൊക്കെ അവരാരും മാനേജറോ CEO ആരും അറിയാണ്ടാണ് പ്രോസസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് ബൈ ആക്സിഡന്റ് ശരത്തേന് അത് കേട്ടപ്പോൾ ശരത്തേന് അത് ഹാൻഡിൽ ചെയ്തത് എന്ന് പറയുമ്പോൾ ബിസിനസ് അല്ല, ഓക്കെ കുട്ടികൾ പഠിക്കട്ടെ. അപ്പം ശ്രീൻ സാർ ചോദിച്ചപ്പോഴും ശരത്തേക്ക് അത് പറഞ്ഞേ പിള്ളേർ പോയി പഠിക്കട്ടെ. ഇപ്പം ഗീതമ്മ വന്നപ്പോഴും അത് എന്താ പറഞ്ഞേ പിള്ളേർ പോയി പഠിക്കട്ടെ, വളർന്നോട്ടെ എന്ന് വെച്ചാൽ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ്
പിന്നെ എനിക്കറിയാം ഇവിടെ എന്താണ് നടക്കുന്നത്. ഞാൻ ഈ ഓഫീസിലുണ്ടായിരുന്നു ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ്. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. എനിക്കറിയാം എന്താണ് ഇവിടെ നടക്കുന്നത്. സോ ആ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഫയൽ ഇവിടെ കൊടുക്കുന്നതും ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന് ഞാനത് സജസ്റ്റ് ചെയ്യുന്നത്. സോ ഇഫ് യു ആർ യു പ്ലാനിങ് ടു ഗോ അബ്രോഡ്, ഐ വിൽ ഡെഫിനറ്റ്ലി സജസ്റ്റ് യെസ് അബ്രോഡ്. സോ ഒരു നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. എൻ്റെ 2 month പ്രോസസ് ഇതൊരു 2 month പ്രോസസ് അല്ല ആക്ച്വലി. സോ ഒരു 2 month ആയിട്ട് ആവണമെന്നുണ്ടെങ്കിൽ അത് യെസ് അബ്രോഡിന്റെ മിടുക്കാനാണ്. ബോത്ത് ശ്രീനിസ് ആൻഡ് ശരത്തേടൻ അവരുടെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് എൻ്റെ ഇത്രയും ഫാസ്റ്റ് ആയിട്ട് നടന്നത്. സോ ഞാൻ ഇവിടെ ഒരു ഇപ്പോ ഫസ്റ്റ് നമുക്ക് ജർമ്മനിയുടെ പ്രോസസ് എന്ന് പറയുന്നത് കുറച്ച് ലെങ്തി പ്രോസസ് ആണ്. ഞങ്ങളുടെ ഫ്രണ്ട് ഉണ്ട് ആദർശ്. അവൻ ഞാൻ കണ്ട കാലം തൊട്ട് ഞാൻ പോവാ എന്ന് പറഞ്ഞിരിക്കുന്നു. പോക്ക് കുറെ കാലം കഴിഞ്ഞിട്ട് ആണ് പോയത്. കാരണം സമയം ഇത്ര ടൈം എന്ന രീതിയിലാണ്. പക്ഷെ ഇപ്പോ പാരന്റ്സിനായാലും സ്റ്റുഡൻസിനായാലും ഈ ഒരു എബ്രോഡ് പോകുമ്പോഴുള്ള ഡൗട്ട്സ് രണ്ടും ഡിഫറെന്റ് ആണ്. അപ്പോ എന്റെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് രണ്ടും നമുക്ക് ഇവിടെ തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് അതിനോടിപ്പോ എനിക്ക് കുറെ ഡൗട്ട്സ് ആണ്, എന്റെ പാരന്റ്സിന് വേറെ ഡൗട്ട്സ് ആയിരിക്കും. സോ ഇതെല്ലാം നമുക്കൊന്ന് ക്ലിയർ ചെയ്യണമെങ്കിൽ ഒരു നല്ലൊരു കൺസൾട്ടൻസി തന്നെയാണ്. സോ അതിപ്പോ നമുക്ക് എസ് എബ്രോഡ് എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റും, എനിക്കിപ്പോ സജസ്റ്റ് ചെയ്യാനും പറ്റും. ഇപ്പൊ ഒരു വേറെ ഫ്രണ്ട് ആണെങ്കിലും എനിക്ക് അവരോട് പറയാം. ഇപ്പോൾ നമ്മൾ ഓരോരോ ഈച്ച് ആൻഡ് എവറി വൺ പ്രോസസ്സ് നമുക്കത് കംപ്ലീറ്റ് ഇവിടെ നിന്ന് തന്നെ ക്ലിയർ ചെയ്യും. ഇപ്പൊ അതിനുള്ള ഒരു A to Z അസിസ്റ്റൻസ് തന്നെയാണ് നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാനും ഇവിടെ തന്നെ പോകാൻ ചൂസ് ചെയ്തു. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓരോ സ്റ്റുഡൻറ്റിനും അവർക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ അക്കോമഡേഷൻ്റെ ഒരു ഹെൽപ്പ് എനിക്ക് ഏജൻസീസും ചെയ്യില്ല. എന്നാൽ കൂടി നമ്മുടെ സൈഡിൽ നിന്നൊരു മെയിനായിട്ട് ഇപ്പോൾ എങ്ങനെ ഒരു ഹെൽപ്പ് കിട്ടിയില്ലെങ്കിലും ശ്രീനിവാസ് സാർ തന്നെ ഇറങ്ങും. പോയ സ്റ്റുഡൻസ് ഇൻകേസ് അങ്ങനെ ആരും കിട്ടിയില്ലെങ്കിൽ തന്നെ ശ്രീനിവാസ് സാർ തന്നെ എന്തെങ്കിലും ഒരു ഹെൽപ്പ് നമുക്ക് ചെയ്തു തരും. ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു കണക്ഷൻ കിട്ടിയാൽ തന്നെ സാർ അത് കണക്ട് ചെയ്ത് കൊടുക്കും. അത് ഡെഫിനറ്റ് ആണ്. ഇപ്പോൾ ഒരു 100% ഉറപ്പ് തന്നെ കൊടുക്കാൻ പറ്റും. ഇപ്പോ ബാക്കിയുള്ള സ്റ്റുഡൻസിനും ഇതേപോലെ ഒരു നല്ല രീതിയിൽ എത്താൻ പറ്റും. എന്നാ വന്ദന ഉസ്ബെക്കിസ്ഥാനിലെ അവിടെ ഹോസ്റ്റലിൽ കറണ്ട് പോയപ്പോ അവിടെ നിന്ന് കേരളത്തിലേക്ക് വിളിക്കണം. അവിടെ ഹോസ്റ്റലിൽ പോയി പറയേണ്ട കാര്യം അവിടുന്ന് ഹോസ്റ്റലിൽ നേരെ ശ്രീനോട് വിളിച്ചു. ശ്രീനു അവിടുന്ന് നേരെ വാർഡനെ വിളിച്ച് കറണ്ട് പോയിട്ടുണ്ടല്ലോ ഇവിടെ. അപ്പൊ അത് ആക്ച്വലി സർവീസ് അല്ല, അതൊരു എന്താ പറയാ, ഇറ്റ്സ് എ പാർട്ട് ഓഫ് തിങ്, ഇറ്റ്സ് എ പാർട്ട് ഓഫ് റിലേഷൻഷിപ്പ് ആണ്. അത് സർവീസ് അല്ല. അതിന് നമ്മൾ ഫ്രണ്ട്സ് ആണ് ആക്ച്വലി. അത് നമ്മൾ ഫ്രണ്ട്സ് ആയ കാരണം അതുകൊണ്ടാണ് ആ കുട്ടി അവിടുന്ന് വിളിച്ചത്. അല്ലെങ്കിൽ അവർക്ക് അവിടെ നടന്നു പോയി മുകളിൽ പോയി വാടന്റെ അടുത്ത് പറഞ്ഞാൽ മതി. സോ ദാറ്റ്സ് ലൈക്ക് ദാറ്റ്. അപ്പോ ടെൽ മീ സംതിങ് അബൌട്ട് തൃശ്ശൂർ. ഒരു കൊല്ലംകാരി എന്ന നിലയിൽ തൃശ്ശൂരിനെ കുറിച്ച് 2 വാക്ക് പറയൂ. ഞാൻ അത്ര വലിയ ഓസ്പീഷ്യസ് ഒന്നും അല്ല. പക്ഷെ ഞാൻ ഇവിടെ വന്നതും അമ്പലം, എല്ലാ അമ്പലവും ഇൻക്ലൂഡിങ് നടക്കുന്നത് ഞാൻ ഭയങ്കര ഞാൻ ബാധി ദൈവം ബാധി അങ്ങനെയാണല്ലോ. സോ ഞങ്ങളൊക്കെ ഫുള്ള് ദൈവം ബാക്കി ദൈവം ചെയ്യും. അങ്ങനെയുള്ളൊരു ഇതാണ് എനിക്കുള്ളത്. സോ ഭയങ്കര എന്താ പറയാ സ്പിരിച്വൽ ഒരു ഇൻക്ലൈൻ അതൊട്ടും ഉണ്ടായിരുന്നില്ല. ഞാൻ അവിടെ പോകുമ്പോൾ ഞാൻ ഡെയിലി ഒരു അമ്പലത്തിൽ പോകുന്ന എന്റെ ബർത്ത്ഡേക്ക് മാത്രം. വർഷത്തിലാ ഒരു പ്രാവശ്യം. എന്റെ തൊട്ടപ്പുറത്ത് നമ്മളുണ്ട്. എന്നുവെച്ചാൽ ഹെക്ടിക്കാണ് ആ ഒരു എൻവയോൺമെന്റും അതും. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ ഭയങ്കര കാമാണ്. എനിക്ക് പോയി കഴിഞ്ഞാൽ എനിക്കൊരു പീസ് ഉണ്ടാവും എന്ന് എനിക്ക് തന്നെ അറിയാം. എവിടെ ആയാലും ആ ഒരു ഗ്രൗണ്ടിൽ ഇരുന്നാൽ തന്നെ ജസ്റ്റ് ഒരു സിനിമാറ്റിക് മൂഡാണ്. ഭയങ്കര ഇഷ്ടമായി തൃശ്ശൂര്. പോകുന്നതിന് എനിക്ക് സങ്കടമുണ്ട്. പക്ഷെ ഇനി എന്റെ ഇവിടെ ചേർന്ന് ഞാൻ ഒഴിച്ചിടാം. ഇനി ബാക്കി അവിടെ ഇരുന്നുകൊണ്ട് വലിയ ചേറാവണം. തൃശ്ശൂര് വന്നിട്ട് കണ്ട ഇതുകളില് ഏതായിട്ടും ഇഷ്ടപ്പെട്ടത്? ലൈക്ക് ടെമ്പിൾ ആണോ, ചർച്ച് ആണോ, അല്ലെങ്കിൽ സ്ഥലങ്ങളാണോ? ഏതായിട്ടും ഇഷ്ടപ്പെട്ട ഒരു? എല്ലായിടത്തും പോയിട്ടുണ്ട്. എനിക്കറിയാം എല്ലാത്തിനും പോയിട്ടുണ്ട്, പള്ളി പോയിട്ടുണ്ട്. എല്ലാത്തിനും ഓരോത്തിനും അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട്. അതിന് ഇപ്പൊ അമ്പലത്തിനായാലും പള്ളിയിലായാലും നമ്മുടെ ആ ഒരു ഇപ്പൊ എനിക്കൊന്ന് സ്പിരിച്വൽ ആയിട്ടൊന്ന് മോട്ടിവേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഓരോ പ്ലേസ് ഉണ്ട്. അത് തൃശ്ശൂരിന്റെ ഒരു എന്താ പറയുക ഒരു ക്വാളിറ്റി എന്നാന്ന് എനിക്ക് പറയാം.
ഞങ്ങളുടെ ഓഫീസില് ആദി എന്ന് പറഞ്ഞിട്ടൊരു നമ്മുടെ സുഹൃത്തുണ്ട്. ഇപ്പൊ വീഡിയോ എടുത്തിട്ടിരിക്കുന്നത് ആദ്യം ഇവിടെ ഇങ്ങനെ ഭയങ്കര പൂരവും അമ്പലവും ആനയും ആനപ്പിണ്ടൊക്കെ ആയിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പം ആനയോട്ട് വരികയാണ്, ഞാനൊരു ഷോർട്ട് സ്റ്റോറി പറയാം. ആനയോട്ട് വരികയാണ്. അപ്പൊ അന്നൊക്കെ ഇവർക്ക് ആനയും ആനയോട്ടും അമ്പലവും മുടക്കുന്നതിനെ കുറിച്ച് യാതൊരു ഇതുമില്ല. അന്ന് ആദ്യം മാത്രമാണ് ഓഫീസിൽ ഒരു ആൺകുട്ടി ഉള്ളത്, ബാക്കിയൊക്കെ പെൺകുട്ടികളാണ്. അപ്പം ആദ്യം മാത്രമാണ് ആനയോട്ടിന് ലീവും ചോദിച്ചിട്ടുള്ളത്. ഐശ്വര്യൊന്നും പോണൊന്നുമില്ല, ഓഫീസ് വർക്കിംഗ് ആണ്. അത് കഴിഞ്ഞ് ആനയോട്ട് അടുക്കുന്നു. ആനയോട്ടിനോട് അടുത്തെത്തി കർക്കിടകം 1 തലേദിവസമായപ്പോ ഐശ്വര്യ പറയാം, ചേർത്തല്ല ഞങ്ങൾക്ക് ആനയോട്ടൊന്ന് കണ്ടാട്ടുള്ളത്. അപ്പൊ തന്നെ ആലോചിച്ചോ ആദ്യം ഇൻഫ്ലുവൻസിങ്. അപ്പോ അങ്ങനെ അവർ ആനയോട്ടിന് വന്നിരുന്നു, പുലിക്കളി കണ്ടിരുന്നു. ആദ്യമായിട്ടായിരിക്കും പുലിക്കളി കാണുന്നത് അല്ലേ? ആദ്യമുള്ള കാരനെ അങ്ങനെ സുഖമല്ല. അപ്പൊ ബ്രിട്ടോ പിന്നെ ചാലക്കുടിക്കാരനാണ്. തൃശ്ശൂരിനെ കുറിച്ച് അധികം പറയാൻ അറിഞ്ഞിരിക്കുന്ന ആളാണ് അല്ലെ? പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല. പോണേന് വിഷമമുണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ ഞങ്ങളെ കൊണ്ടുപോകുമ്പോ? ഉണ്ട്, സത്യമായിട്ടുണ്ട്. ഞാൻ വേറൊരു കൺട്രിയിലേക്ക് പോവല്ലേ, ഇതെന്ന് പറയുമ്പോ എന്റെ കംഫർട്ട് സോൺ ആയിരുന്നു. എന്റെ സ്റ്റുഡൻസ് ഒക്കെ അവിടെ ഉണ്ട്, എല്ലാരും വിളിക്കുന്നുണ്ട് വരാൻ. ഞാൻ നന്നായി പഠിച്ചു, നല്ല മിടുക്കത്തിയായിട്ട് തിരിച്ചു കിട്ടന്നെ വരണേ. വരാം. അല്ലേ, അതിനും ചെറിയ എത്ര മക്കള് പോയിട്ടുണ്ടോ നമ്മൾക്കറിയാലോ. എന്തായാലും പോവാന്ന് പറഞ്ഞ അത് ബേസിക്കലി സിറ്റി വിടുന്നതിന്റെയും പിന്നെ ഫാമിലി വിടുന്നതിന്റെ ഈ ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ പൂച്ചകളുടെ പോലെ നമ്മൾ ആ അറ്റ്മോസ്ഫിയറിനെ നമ്മള് അഡാപ്റ്റ് ചെയ്യുന്നത്. നമ്മള് വ്യക്തികൾ കുറച്ചുണ്ടാവും, അത് കുറച്ച് വ്യക്തികളുണ്ടാവും, പക്ഷെ നമ്മൾ ആ സിറ്റുവേഷൻ, ആ ഒരു ആംബിയൻസ്, ഈ ഒരു സിറ്റി. ഇപ്പൊ എനിക്ക് എന്ത് കോടികൾ തരാന്ന് പറഞ്ഞാൽ എനിക്ക് പുറത്തേക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ പലയിടത്തും പല ബിസിനസ്സും ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ആയിട്ട് പുറത്തുനിന്ന് വിളിക്കും. പക്ഷെ ഒരു സംതിങ് ഇസ് ബ്ലോക്കിംഗ് എന്ന് പറയില്ലേ, ഈ സിറ്റിയുടെ ഒരു ഗുണവും ദോഷവും അതാ. ഈ വട്ടം വിട്ട് പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല. അത് നമ്മളെ ഭയങ്കര ഒരു കണക്റ്റിലത്. ഈവൻ ഞാൻ ഇപ്പൊ ഈ നാളെ ദുബായി പോവാം, ഞാൻ എന്ന് തിരിച്ചു വരാൻ പറ്റുന്ന ഇപ്പോഴേ ആലോചിക്കുക. ലൈക്ക് എനിക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം. എക്സാക്ട്ലി, അടിച്ചു വിട്ടാൽ ഇങ്ങനെ തിരിച്ചു വരുന്നത്, വേറെ എവിടേക്കും പോവില്ല. അപ്പൊ പോണേന്റെ ഓൾ പ്രിപ്പറേഷൻസ് ആയോ, എല്ലാം കഴിഞ്ഞോ? പ്രിപ്പറേഷൻസ് എല്ലാം കഴിഞ്ഞു. ഇനി ഞാനൊന്ന് അഡാപ്റ്റ് ചെയ്താൽ മാത്രം മതി. ഞാൻ എപ്പോഴും എന്റെ കംഫർട്ട് സോണിലായതുകൊണ്ട് എനിക്ക് ടെൻഷൻ ആയിരുന്നു, എബ്രോഡ് പോണോ വേണോ ഇടയ്ക്ക് വിളിച്ചു. ഞങ്ങൾ ഓഫീസ് കാണിച്ചു ഫോണിലൂടെ ഇപ്പൊ ആ സൗകര്യങ്ങളൊക്കെ ഇല്ലേ, എല്ലാം അവിടെ ഇരുന്ന് കാണുന്നുണ്ടോ. ഞാന് PG കഴിഞ്ഞാണ്, ഡയറ്ററ്റിക്സ് ആൻഡ് ഫുഡ് സർവീസ് മാനേജ്മെന്റ് ഡബിൾ മീൻ കോഴ്സ് ആയിരുന്നു. സോ PG കഴിഞ്ഞിട്ട് ഞാൻ ആസ്റ്റർ മെഡിസിറ്റി എറണാകുളം അവിടെ വർക്ക് ചെയ്യായിരുന്നു. അവിടെ നിന്ന് പിന്നെ എനിക്ക് കുറച്ച് എൻ്റെ ഫീൽഡ് എന്ന് പറയുമ്പോൾ കൗൺസിലിംഗ് ഫീൽഡാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സംസാരിക്കാൻ, ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. സോ ഇതും ഒരു സെയിം ഫീൽഡ് തന്നെയാണ്. ഇനി എടുക്കാൻ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയൊരു പോയിന്റ്, ഐശ്വര്യയുടെ ആ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ സാധാരണ അങ്ങനത്തെ കൺസൾട്ടൻസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാര് 5 മണി 6 മണി കഴിഞ്ഞാൽ പിന്നെ ഫോൺ എടുക്കില്ല. പുള്ളി രാത്രി 9 മണിയായാലും 10 മണിയായാലും മെസ്സേജ് അയച്ച് ഫ്രീ ആണ് ഇപ്പൊ വിളിച്ചോളൂ എന്ന് പറഞ്ഞാൽ ഇപ്പൊ വിളിക്കും. അല്ലെങ്കിൽ അവർ ആ ഒരു സർവീസ് എപ്പോഴും ആ ഒരു കൺസൾട്ടേഷൻ, കൗൺസിലിംഗ് അല്ലെങ്കിൽ കുട്ടികളുടെ സംശയം 12 മണിക്കാണെങ്കിലും ആള് അത് സോൾവ് ചെയ്ത് കൊടുക്കും. രാത്രി 12 മണിയിട്ടാ. സാധാരണ നമ്മൾ വേറൊരു ഇതിൽ വിളിക്കുമ്പോൾ അവർ പറയും നാളെ വിളിക്കും, അല്ലെങ്കിൽ നാളെ രാവിലെ തിരിച്ചു വിളിക്കാം എന്നൊക്കെ പറയും. പക്ഷെ പുള്ളിക്കാരി ഓക്കെ കണ്ടിന്യൂ. കൊറേ നല്ലത് പറയാണ്ട് എനിക്ക് ഐശ്വര്യം ഇപ്പൊ അവിടെ ചെയ്യുന്ന കോഴ്സ് അതിന്റെ PG. ഓക്കെ, അപ്പം സോ എനിക്ക് ആ ഒരു പബ്ലിക്കിനായിട്ട് എനിക്ക് അടുത്ത് നിൽക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഹെൽപ്പ് ചെയ്ത് ഭയങ്കര ഇഷ്ടമാണ്. സോ ഞാൻ എടുക്കാൻ പോകുന്ന കോഴ്സും സെയിം പബ്ലിക് ഹെൽത്ത് ആണ്. ഞാൻ ന്യൂട്രീഷനായിരുന്നു, ഡയറ്റീഷ്യനായിട്ടാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ട്. ഞാൻ ഓൺലൈനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, കുറേ ക്ലയൻസിനെ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പം സ്റ്റുഡൻസ് വരുമ്പോഴും അവർക്ക് എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതായത് ഓരോ കോഴ്സും എന്തൊക്കെയാണ്, നമുക്ക് എന്തൊക്കെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അതെല്ലാം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ എളുപ്പം കുറേ കണ്ടതുണ്ട്. രാവിലെ എനിക്ക് വശം മൈൽഡ് ചൂടുവെള്ളം കുടിക്കണം എന്നുള്ള എനിക്ക് ഐശ്വര്യം. എനിക്ക് കുറെ ഡയറ്റ് ടിപ്സ്, ന്യൂട്രീഷൻ ടിപ്സ് പറഞ്ഞത് ഒന്നും ഞാൻ ഫോളോ ചെയ്യുന്നില്ല. ഇല്ല, ശരത്തന്നെല്ലാം ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം പബ്ലിക് ഹെൽത്ത് ഞാൻ എടുക്കാൻ പോകുന്നത്. സോ
പുറത്ത് പോയൊരു മാസ്റ്റേഴ്സ് ഡിഗ്രി എടുത്തു കഴിയുമ്പോഴത്തേക്കും എനിക്ക് കുറച്ചും കൂടെ എൻ്റെ നോളജ് എനിക്കൊന്ന് അപ്ഡേറ്റ് ചെയ്യണം. ആ ഒരു കിട്ടിക്കഴിയുമ്പം ഐ എം ഡെഫിനറ്റ്ലി ഗോയിങ് ടു കം ബാക്ക് ടു മൈ ഹോം കൺട്രി. ഞാൻ ഇങ്ങോട്ട് തന്നെ ഞാൻ തിരിച്ചു വരും. സോ ആ ഒരു നോളജ് കിട്ടിയിട്ട് എനിക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും അതായിരിക്കും ഞാൻ എന്തായാലും ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഇവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ. അപ്പൊ ഇതൊക്കെയാണ് ഇവര് രണ്ടുപേരും പോണേന്റെ വിശേഷങ്ങള്. ഇവർ രണ്ടുപേരും പോണേന്റെ സന്തോഷവും സങ്കടവും രണ്ടും ഒരുമിച്ചുണ്ട്. ബട്ട് സ്റ്റിൽ ഞങ്ങളൊരു എന്താ പറയാ, ഞങ്ങളൊരു മെയിൻ കൺവേർഷൻ എന്നുള്ളതിനെ ഉപരി ഞങ്ങളുടെ ഓഫീസ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് ഇപ്പൊ നമ്മളില്ലെങ്കിലും അത് മാനേജ് ചെയ്ത് ഹോൾഡ് ചെയ്ത് കൊണ്ടുപോകുന്ന മെയിൻ രണ്ടാൾക്കാരാണ്. ഞങ്ങൾക്ക് ഈ ആ ബിസിനസ് വൈസ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര ലോസ് വരും. കാരണം ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ നമ്പേഴ്സ് ചെയ്തിരുന്ന ആള് ഐശ്വര്യ. കഴിഞ്ഞ മാസം അതിന് ഞങ്ങളൊരു മൊമെന്റും അവാർഡും ഞങ്ങളൊരു സെലിബ്രേഷൻ ഒക്കെ ഉണ്ടായിരുന്നു അവിടെ ഓഫീസിൽ. അപ്പൊ ഡെഫിനറ്റ്ലി അങ്ങനെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ അക്ഷയയിൽ കുക്ക് പോയ എങ്ങനെയുണ്ടാവും? പെട്ടില്ലേ? ഇല്ലേ? ഇല്ലേ? ഒബ്വിയസ്ലി. അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ ഒരു ഡിസൈനർ പോയ എങ്ങനെയുണ്ടാവും? പെട്ടില്ലേ? അതുപോലെ അർജുൻ വക്കീല് വഴി കുമ്പസ്തം പോയി എങ്ങനെയുണ്ടാവും? കുമ്പസ്തം പോയി എന്ത് ചെയ്യും? അതായത് നമ്മുടെ ഒരു മെയിൻ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്ന ആളാ അല്ലെങ്കിൽ ആൾക്കാരാ അവര് രണ്ടുപേരും. അപ്പം അവര് പോണതിന്റെ സങ്കടം എനിക്ക് എപ്പോഴും ഉണ്ടാവും, ഒരു സംശയമില്ല. പക്ഷെ പോയി പഠിച്ച് നന്നായി തിരിച്ചു വരട്ടെ. അപ്പൊ താങ്ക് യു.